ഞാൻ നോക്കാം, ഞാൻ പറയാം, ഞാനൊന്ന് ചിന്തിക്കട്ടെ, ഞാനൊന്ന് നോക്കട്ടെ, ഞാനൊന്ന് പഠിക്കട്ടെ എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ്. അപ്പോൾ പറയും കസ്റ്റമർ തട്ടിപ്പ് പറയോ, കസ്റ്റമർ നുണ പറയോ? കസ്റ്റമർ നുണ പറയാനുള്ള കാരണം ഞാൻ നോക്കട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ കേൾക്കട്ടെ എന്ന് പറയുന്നത് അവരുണ്ടാക്കി വേണമെന്ന് വിചാരിച്ച് പറയാണ്. കാരണം അവർ ചെലവഴിക്കുന്ന പൈസക്കനുസരിച്ചിട്ടുള്ള വാല്യൂ എനിക്ക് കിട്ടുമോ? ഒരു ചോദ്യചിഹ്നമാണ്. രണ്ട്, ചില സമയത്ത് അവരായിരിക്കില്ല തീരുമാനമെടുക്കുക. അവരായിരിക്കണം എന്നില്ല തീരുമാനമെടുക്കാൻ. ചിലപ്പോൾ വേറെ ആരെങ്കിലോടും ചോദിക്കേണ്ടതായിട്ട് വരാം. റൈറ്റ് കസ്റ്റമർ അല്ല നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, അതോറിറ്റി ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവർ പറയുന്ന സംഗതിയാണ് ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ ഞാൻ നോക്കാം, ഞാൻ പറയാമെന്നുള്ളത്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? നമ്മൾ അവരോട് ചോദിക്കേണ്ടതാണ്, സാർ എന്തെങ്കിലും കൺഫ്യൂഷൻസ് സാറിനുണ്ടോ? സാറിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഞാൻ സാറിന് വേറെ ആരെങ്കിലും മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ നേരിട്ട് സാറിന് ഓഫീസിൽ വന്നിട്ട് കാണേണ്ട ആവശ്യമുണ്ടോ? സാറിന് ഫിനാൻസിന്റെ ഏരിയാസിലാണോ സാറിന് കൺഫ്യൂഷൻസ്? സാറിന് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ഞാൻ എന്താണ് സാറിന് ചെയ്തു തരേണ്ടത് എന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ അവരവിടെ റീസൺ പറയാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. മിക്കവാറും സെയിൽസുകാരാണല്ലേ സാർ എന്നാലും പറയൂ എന്ന് പറയും. ജനറൽ ആയിട്ടുള്ള മറുപടി കൊടുക്കേണ്ടത് സ്പെസിഫിക് ആയിട്ട് അവരുടെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചറിയേണ്ടത് വളരെ അനിവാര്യതയാണ്.